പാതയോരങ്ങളിലെ തണൽ മരങ്ങൾ വികസന കുതിപ്പിൽ മുറിഞ്ഞു വീഴുന്ന കാലത്ത് വഴിയോരത്ത് മരത്തൈകൾ നട്ടുവളർത്തുന്ന ഒരാളുണ്ട് അരീക്കോട് പത്തനാപുരത്ത്. അബ്ദുക്കെ എന്ന് നാട്ടുകാർ വിളിക്കുന്ന അബ്ദുറഹ്മാൻ. വീടിന് മുകളിൽ വീഴുന്ന മഴത്തുള്ളി പോലും പ്രയോജനപ്പെടുത്തുന്ന അബ്ദുക്കയുടെ പ്രവർത്തനങ്ങൾ എല്ലാ അർത്ഥത്തിലും പിന്തുടരേണ്ടതാണ്. അരീക്കോട്ടും മുക്കത്തും ചെറുവാടിയിലും ഉൾപ്പെടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ വിവിധ പാതയോരങ്ങളിൽ അബ്ദുക്ക നട്ട തൈകൾ മരങ്ങളായി തണൽ വിരിച്ചു നിൽക്കുകയാണ്. 15ാം വയസ്സിൽ തുടങ്ങിയ ഈ ദൌത്യം 32 കൊല്ലങ്ങൾക്കിപ്പുറത്തെത്തിയിരിക്കുന്നു. ഞാവൽ, മാവ്, പ്ലാവ്, ആൽ തുടങ്ങി എണ്ണമറ്റ വൃക്ഷങ്ങളുടെ തൈകൾ അബ്ദുക്ക ഇന്നും പാതയോരങ്ങളിൽ നട്ടുകൊണ്ടിരിക്കുകയാണ്. നടുക മാത്രമല്ല, പരിപാലിക്കുകയും പറിച്ചെറിഞ്ഞാൽ വീണ്ടും നടുകയും ചെയ്യും. തന്റെ വീട്ടിലും തോട്ടത്തിലും വളർത്തിയെടുക്കുന്നതാണ് ഇവയെല്ലാം. 10, 50,000, 60,000 മരങ്ങൾ നട്ടു കഴിഞ്ഞു. അതിലേറെ തൈകൾ നമ്മളെ വീട്ടിൽ വരുന്നവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് 5 വർഷം വരെ നമ്മളെ മരങ്ങൾ, ഓരോ മരങ്ങൾ നമ്മൾ എൻ്റെ കുട്ടികളെ പരിചരിക്കുന്ന മാതിരി നമ്മൾ പരിചരിക്കാറുണ്ട്. അത് വളരാറുണ്ട്. മാത്രമല്ല, നമ്മൾ 2-3 വർഷം അവരെ പരിചരിച്ചാൽ പിന്നെ അവരെ ആയുസ് കാലം നമ്മളെ അവർ തിരിച്ച് പരിചരിക്കും. മരം നടുന്നതിൽ ഒതുങ്ങുന്നില്ല അബ്ദുക്കയുടെ വേറിട്ട പ്രവർത്തനങ്ങൾ. തന്റെ വീടിന്റെയും തൊട്ടടുത്തുള്ള കെട്ടിടത്തിന്റെയും മുകളിൽ വീഴുന്ന മഴവെള്ളമെല്ലാം ഇദ്ദേഹം സംഭരിക്കുകയാണ്. അടുത്തുള്ള കിണറുകളെല്ലാം വറ്റും കാലത്തും ഇദ്ദേഹത്തിന്റെ കിണർ നിറഞ്ഞിരിക്കും. 5 അയൽവീടുകളിലേക്ക് വെള്ളം നൽകുന്നതും അബ്ദുക്കയുടെ ഈ കിണർ തന്നെ. കിണറിന്റെ 5 മീറ്റർ ഇപ്പുറത്ത് ഒരു 1-1 ആയത്തിലൊരു കുഴി കുത്തിയിട്ട് അതിനകത്ത് ചകിരിപ്പൊടി കമത്തി വെച്ചു. എന്നിട്ട് ഇത്രയും വെള്ളം അതിന്റെ മുകളിൽ കൊണ്ട് വിട്ടേക്കണം. എത്ര വലിയ മഴ പെയ്താലും ഇതിനകത്തിലേക്ക് ഈ വെള്ളം ഊർന്നിറങ്ങാണ്. ഞാറ്റുവേലകളെയും നാട്ടുവച്ചകളെയും തിരിച്ചു വിളിക്കുകയാണ് അബ്ദുക്ക. പിന്തുടരാം തണലിന്റെ ഈ കാവൽക്കാരനെ. ക്യാമറമാൻ കെ അഭിലാഷിനൊപ്പം അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്.